നമസ്കാരം, ദിനേശ് മാധവാണ്. ഞാൻ ഇന്ന് ഒരു ചെറിയ സ്റ്റോറിയുമായിട്ടാണ് വരുന്നത്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കും നടന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ബോംബെയിൽ പോയിരുന്നു. എല്ലാവർക്കും അറിയാം ബോംബെയിൽ. ഞാൻ കുറേ കാലം ബോംബെയിൽ നിന്നാണ്. 98 തൊട്ട് ഞാൻ ബോംബെയിലുണ്ടെന്ന്. ആ കഥ പിന്നെ പറയാം, ഇപ്പോൾ പറയുന്നില്ല. അത് കുറേ പറയാനുണ്ട്. ആ കഥയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി, വണ്ടി ഇറങ്ങി. പഴയതൊക്കെ മാറിയിരിക്കുന്നു. അന്ന് 17 കൊല്ലം മുന്നേ പോയതാണ്. അതൊന്നല്ല, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അവിടെ. എന്നാലും നമുക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷമൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കും. ഞാനും എൻ്റെ മച്ചുണ്ണനും കൂടിയാണ് പോയത്. അങ്ങനെ മച്ചുണ്ണൻ പറഞ്ഞു നമുക്കൊരാളെയും കൂടി കാണണം. അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റിൽ സഞ്ചരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഷൺമേശ്വരം എന്ന സ്ഥലത്ത്. അപ്പോൾ എൻ്റെ മച്ചുണ്ണി എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരാളെ കാണിച്ചു തരാം, നീ അന്തം വിടരുത്, അയാളെ നീ പറയണം ആരാണെന്ന്. അങ്ങനെ ഞാൻ എത്തി, കണ്ടു. ഒരു വൃദ്ധൻ, അവശനായ വൃദ്ധൻ, കണ്ണിന് സുഖമില്ലാത്ത, കണ്ണ് കാണാത്ത ഭാര്യ, ഒരു മകനുമുണ്ട്. അങ്ങനെ അവരിരുന്നു. ബേക്കറി ബിസിനസ് ആയിരുന്നു. ബിസിനസ്സൊക്കെ പൊട്ടി. അങ്ങനെ ഒതുങ്ങിക്കൂടി ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ കണ്ടു. ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങി, ബുള്ളറ്റ് ചാട്ടാക്കി തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എന്നോട് പറഞ്ഞത്. ഈ ഹരിദാസേട്ടനെ നിനക്കറിയോ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മളെ പഴയ ഹരിദാസേട്ടനാണ്. നീ പറയല്ലേ മോഹൻലാലിൻ്റെ അതിൽ കട്ടമീശ. അപ്പോഴാണ് എനിക്ക് ആ ഫോട്ടോ, അയ്യോ എങ്ങനെയായി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എൻ്റെ മച്ചുണ്ണി എന്നോട് പറയുണ്ടായി. ഈ കഥേൻ്റെ ബാക്കി അടുത്ത പാർട്ടിലാവാം. അപ്പോൾ താങ്ക് യു.